പാല് കാച്ചിലൊന്നും നടത്തിയിട്ടുണ്ടായിട്ട് അങ്ങനെ നല്ല പാല് കാച്ചിലുണ്ടായി നല്ല മിഞ്ഞാന്ന്. അങ്ങനെ അതിൽ നമ്മളിടുന്നത് ഹാളിൽ നിന്ന് നേരെ സ്റ്റെയർ കയറിയെങ്കിൽ താഴെ നമ്മളെ റൂമും കാണും. മേലെയാണ് മോൻ്റെ റൂം. ഇതാണ് അത്. ചെറിയൊരു ഹാള്, പിന്നെ ഒരു കിച്ചണ്, ഒരു ബെഡ്റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അങ്ങനെയാണ് റൂമുള്ളത്. അങ്ങനെ പാല് കാച്ചിലും കഴിഞ്ഞ് ഞാൻ പോയിട്ട് പാലെല്ലാം കാച്ചൽ കൊടുത്തത്. അങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങി. ഇനി പക്ഷെ എന്താ പറഞ്ഞാൽ എന്ത് പറയുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നത്, ഒറ്റയ്ക്കായിട്ട് ഒരു ജീവിതം പഠിക്കണമല്ലോ എല്ലാവരും. മക്കളായാലും വലുതായി കഴിഞ്ഞാൽ പാലിലേക്ക് മധുരം ഇട്ടിട്ട് കുടിക്കാറില്ലെങ്കിലും ഇങ്ങനെ പാല് കാച്ചുമ്പോൾ കുറച്ച് മധുരമായിട്ടുള്ള നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ല മധുരമുള്ള ജീവിതമാവട്ടെ അല്ലേ. വേസ്റ്റ് ആക്കാൻ പാടില്ല ഫുഡിൽ. അതിന് പൊരക്കാരുണ്ട് ബ്രസീൽ. ഉറങ്ങുമോ നീ നാളെ ബ്രസീൽ? അങ്ങനെ മോൻ്റെ റൂമിൻ്റെ പാല് കാച്ചൽ കഴിഞ്ഞ് നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. മോള് വന്നിട്ട് ദോശയെല്ലാം ഉണ്ടാക്കുന്നത് രാവിലെ. നമ്മളടുത്ത് താഴെ ഇറങ്ങിയാൽ മതിയല്ലോ, അപ്പോൾ എല്ലാ പണിക്കും നമ്മളടിക്കും വന്നിട്ട് കൂടും. അവൾ പിന്നെ അങ്ങനെ ഫുഡാക്കാൻ അങ്ങനെ തുടങ്ങിയിട്ടില്ല. അവിടെ ഇപ്പോൾ പാല് കാച്ചിട്ടല്ലേ. മക്കളെപ്പോഴായാലും നമ്മൾ കുഞ്ഞുനാളിൽ പോറ്റി വലുതാക്കി പിന്നെ കല്യാണം കഴിഞ്ഞ് അവരുടേതായൊരു ജീവിതം അവർ തുടങ്ങണം. പഠിക്കണമല്ലോ എല്ലാം അല്ലേ. ജീവിതമാകുമ്പോഴത്തേക്കിന് ഒന്നിച്ച് തന്നെ ജീവിക്കുമ്പോൾ ജീവിതം പഠിക്കുകയില്ല. അപ്പോൾ സെപ്പറേറ്റായിട്ട് നിൽക്കുമ്പോൾ അവരും ജീവിതം പഠിക്കും. നാട്ടിൽ നമ്മൾ പിന്നെ എല്ലാവരും ഒന്നിച്ച് തന്നെ. എപ്പോഴായാലും മക്കളെല്ലാവരും വേറെ വേറെ ആയിട്ടെല്ലാം ജീവിക്കുന്ന, നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നതാണല്ലോ നമുക്ക് ആഗ്രഹം. അതാ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ അന്ന് മുറിച്ചപ്പോൾ കുറേ സാമ്പാറിൻ്റെ കഷ്ണം അധികമായി. അങ്ങനെ ഞാനത് ഫ്രീസറിൽ വെച്ചതാണ്. ഇങ്ങനെ വെച്ചാൽ നമുക്കതൊന്നും കേടാവാതെ കിട്ടും. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാമല്ലോ. കളിയുണ്ടല്ലോ കുറേ കഷ്ണമുണ്ട്. എന്നിട്ട് ഒന്നിച്ചുണ്ടാക്കിയാൽ കറിയും കേടാവും. നമുക്കിങ്ങനെ കുറച്ച് എടുത്ത് വെച്ചാൽ അത് നമുക്ക് നേരെ പിന്നെ എപ്പോഴെങ്കിലും കറിയും വെക്കാം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എനിക്ക് തന്നെ ഉണ്ടാക്കണം. എല്ലാവരും എല്ലാം ഞാൻ ഇട്ട് കൊടുത്താലേ അവരെല്ലാം ഉണ്ടാക്കും, മക്കൾ, മോൻ്റെ വൈഫും എല്ലാം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ പരിപ്പിടാത്ത സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കൽ. മോളെ സ്പെഷ്യൽ ഒരു കടല ഉണ്ടാക്കുന്നത്, ഒരലെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കടല വേവിച്ചിട്ടുണ്ടാകും. നല്ല ടേസ്റ്റാണ്. ചായക്കായാലും എന്തിനും തിന്നാൻ നല്ലതാണ്. ഇത് റത്തൂൻ്റെ സ്പെഷ്യൽ കടല മസാല. നമുക്ക് നോമ്പിനെല്ലാം ഇത് മസ്റ്റാണ്. എനിക്കല്ല, ഇക്കാക്ക്. ഓൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. എനിക്കത് വലിയ അറിയില്ല. നമ്മളവിടെ അങ്ങനെ ഉണ്ടാക്കിയില്ല. ഉപ്പിലത്തെല്ലാം ഇങ്ങനെ കടല വേവിച്ചതാണ് നോമ്പിന് സ്പെഷ്യൽ. ഇതിങ്ങനെ ഉണ്ടാക്കി കാണാൻ നല്ല രസമുണ്ട്. പിന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ലെമണെല്ലാം പിഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറുതെ തിന്നാൻ, ചോറിൻ്റെ ഒന്നിച്ചല്ല, അല്ലാതെ തിന്നാനാണ് ഇത് ടേസ്റ്റ്. നമ്മൾ ചോറെല്ലാം ബേസിഡായിട്ട് ചോറ് കപ്പും എല്ലാം മിക്സാക്കി തിന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ചെറുപയർ പരിപ്പുണ്ടായിന്. അപ്പോൾ അത് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴുകിയിട്ടതാണ്. പക്ഷേ വെന്തിട്ട് വരുമ്പോഴത്തേക്കിന് കുക്കറിന് എടുത്തിട്ടാകുമ്പോൾ ഒരു മണം. എല്ലാവരും പറഞ്ഞു എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ. പിന്നെയാണ് അറിഞ്ഞത് അത് ഉഴുന്നാന്ന്. അത് വെന്തിട്ടാകുമ്പോൾ എന്തോ ഒരു മണം വന്ന് പിന്നെ ഞാനത് സിങ്കിലേക്ക് ഒഴിച്ച് അത്താടെ കുടുങ്ങി. പായസം പോയത് മാത്രമല്ല, ഇതുമായി ബ്ലോക്ക് ഉണ്ടായത്. ഈ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരമായിട്ട് കുടിക്കാം. ഇത് എന്താ ഇങ്ങോട്ടൊക്കെ അപ്പോൾ കുടിക്കുന്നുണ്ട ഇങ്ങനെ ആർക്കെങ്കിലും പറ്റീനൊക്കെ. എന്താ അവസ്ഥ എൻ്റെ. ഇതും പോയി, എല്ലാം പോയി. എൻ്റെ പായസവും പോയി. ഇത് മാത്രമല്ല എൻ്റെ പാലും. ഇതെന്താ അറിയോ, ഉഴുന്നെന്തോ ഞാൻ ഉഴുന്നെ തോന്നുന്നു, എനിക്കറിയാലോ എന്ത് സാധനം. ഞാൻ ചെറുപയർ പരിപ്പ് നട്ട് പായസം വെച്ച്
പാലൊഴിച്ച് തേങ്ങാപ്പാലൊഴിച്ച് ഇപ്പോൾ കാഷ്യൂടെ ഇട്ടിന് അതും കൂടി പൊട്ടിന് നെയ്യും. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു പോയതാണ്. ഞാൻ വിചാരിച്ചതിൽ പോകുന്നിപ്പോൾ ആകെ മൊത്തത്തിൽ പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നോക്ക്, രണ്ടും ബ്ലോക്കായി എല്ലാം പോയി. എങ്കിൽ പായസം വെച്ച പോലെ ആയിപ്പോൾ ഇതെന്തോട് കുത്തിയെങ്കിലും ഇല്ല. ഇതും കൂടി ഇട്ടെങ്കിൽ ഇതും കൂടി പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയില്ല ഇങ്ങനെ വീഴുന്നു, ചെറുപയറും മാറിപ്പോയതാണ്, സാധനം മാറിപ്പോയി. പണിൻ്റെ ആളെല്ലാം റെഡിയായി. അന്യ സംസ്ഥാന തൊഴിലാളി പേര് ചെല്ലാങ്ങല, നാട്ടിൻ്റെ പേര് ചെല്ലാങ്ങല. അത് ഇട്ടില്ലെങ്കിൽ നെയ്യും അടിപരിപ്പും എല്ലാം പോയിട്ട് നെയ്യിലായിക്കൂടാ. അയക്കടാ, പണിയെടുക്ക. അല്ല ഇതൊന്നും അതാടുന്നല്ലറത്തു ഇത് റക്കിക്കണ്ടേ ഞങ്ങൾ ഇത് കീച്ചിനെ അപ്പൊ ഫുള്ള് നേരെ വരും. ബാക്ക് ഓക്കെയല്ലേ, അത് വരുന്നില്ലടാ. നേരെ അങ്ങോട്ടേക്ക് അതന്നെ നാളെ ഇതാ മറ്റു വരും ആ മുടി പഠിക്കായിരുന്നു ഉഷാറ്. മാഷാ അല്ലാഹ്. പാല് ഇതെല്ലാം പാലാതെ പോകുന്നത്. പായസം എനിക്കറിയില്ല, പപ്പ ചൊടി നേരാക്കാൻ വേണ്ടിയിട്ടുള്ള പായസം. സിങ്കെല്ലാം നല്ല ക്ലീനാക്കി വെച്ചത്. ഇനി രണ്ടാമതൊരു പായസം കൂടി ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതിപ്പോൾ തീർന്നല്ലോ, ഇനി സാഗൂരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഇതെന്ത് ചൂടെടുത്തിട്ട് അത്രയല്ല. നേരത്തെ ഉണ്ടായ വെള്ളമെല്ലാം ഞാൻ ആ പായസത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ബ്രൗൺ ഷുഗറിൽ അത് ഇട്ടിട്ടാണ്. ഞാനിവിടെ അധികം ഈ പായസം ഉണ്ടാക്കുമ്പോൾ മോന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ മമ്മി പപ്പാനോട് ചോദിച്ചിട്ടുണ്ടായില്ല, പപ്പ ചോദിച്ചിട്ടുണ്ടായില്ല. കാരണം എന്താ പറയുക, നമ്മളോട് എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഗിരിയാക്കിയിട്ട് പോയെങ്കിൽ ഞാൻ അന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഇക്കാർക്ക് ഇഷ്ടമുള്ള കറിയും പിന്നെ ഇഷ്ടമുള്ള പായസമാണ് ഇത്. ഈ സാഗുവരിൻ്റെ പായസം ഇത് ഉണ്ടാക്കി വെക്കും. അത് കാണാൻ എന്നാൽ എന്ത് ചൊടി നമ്മൾ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. അല്ലെ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കും ചട്ടികളെ ഒട്ടിമുടി ഇരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ അത് ഒരു പിറ്റേന്നത്തേക്കൊന്നും വെക്കാണ്ട് നമുക്ക് വെക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ്. നമുക്ക് ഇഷ്ടമുള്ളതിന് ഓരോ ഓഫീസിൻ്റെ ചൂടും വർക്കിൻ്റെ ചൂടും അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ ഒന്നെന്താ വെയിലിൻ്റെ ചൂടുണ്ട് പുറത്ത്. നമുക്ക് പുരയിലുള്ള ആൾക്ക് എ സി ഇട്ടിരുന്നെങ്കിൽ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതിനെ ചൂടിനെ കുറേ ആക്കാൻ നോക്കാണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളതെങ്കിലും ചെയ്യും. കാക്ക് ഞാൻ എന്തെങ്കിലും അല്ലാതെ ഞാൻ പായസം വെക്കലുണ്ടാകും. അതിനിപ്പോൾ ഇത് വിചാരിക്കേണ്ട നേരമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചൂടായിട്ട് പോയെങ്കിൽ ഞാൻ പായസം വെച്ചിട്ട് കണ്ടെങ്കിൽ ഇക്കാക്ക് ചൊടിച്ചിട്ട് വന്ന ആൾക്ക് ചിരി വരും. എന്ന് പറഞ്ഞാൽ അറിയാം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ നമ്മൾ ആരോടും അങ്ങനെ ചുടിക്കാതിരിക്കുക, അത്ര തന്നെ നല്ലത്. പ്രത്യേകിച്ച് നമ്മളെ കെട്ടിയവനോടല്ലോ എന്താ പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ ചുടിക്കാതിരിക്കലല്ലേ നല്ലതല്ലേ. ഞാനിപ്പോൾ ഇല്ല ചൊടിച്ചിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ
അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കളർ മാറുന്ന കാണാം. ഗ്യാസെല്ലാം തുടച്ചിട്ട് പോയത് അശു കൂടിയിട്ട് തന്നെ പറയും മമ്മി അപ്പം തന്നെ കച്ചറാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര തുടച്ചു വെച്ചെങ്കിലും ഇല്ല എന്തെങ്കിലും ഒരു പണിയെടുത്തെങ്കിൽ അപ്പം അത് കളയും. പറയും പിള്ളേർക്ക് തന്നെ പണി. പിന്നെ ഇപ്പോൾ മോൾ വരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ ഹെൽപ്പാക്കിയിട്ടെല്ലാം പോകും. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടും എല്ലാം പോകും. ഇപ്പോൾ കുറച്ച് മുമ്പ് പോയതാണ്. ഇനി ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരും. ഞാനൊന്ന് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാൻ. രാവിലെ അമ്മ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് മോള് വന്നിട്ട് അരച്ച് തരാമെന്ന് മമ്മീന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തറിഞ്ഞില്ലേ ഒരു അയൽവാസിനെ കിട്ടിയതുപോലെ അതിന് മോനപ്പുറത്തിരുന്നത് കൊണ്ട് ആകെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ദൂരം മാത്രമാണ് എനിക്ക് മോൻ്റെ റൂമിലേക്കുള്ളത്. അതും ഒരു ആശ്വാസമാണ്. എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. മക്കൾ എത്ര വലുതായാലും നമുക്ക് അത് അവർ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ അല്ലേ. അവർ ദൂരത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. എന്നാലും മക്കളേതായ ജീവിതം പഠിക്കുകയും വേണം. അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ പായസം എല്ലാം റെഡിയായി. ഇലക്ക പൊടിയെല്ലാം ഇട്ട് നല്ല എല്ലാം എൻ്റെ അപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഇത് നമ്മൾ പണ്ടാവുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ശർക്കര ഉണ്ടാക്കിയിട്ട് വെക്കാൻ അത് വെച്ചെങ്കിൽ അശ്വതുള്ളിൽ തീർക്കും. എടുത്തെടുത്ത് തിന്ന് തീർക്കും. ഇപ്പോൾ ഇത് കസിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് എടുത്ത് വെച്ചതാണ്. എൻ്റെ കയ്യിൻ്റെ എൻ്റെ കയ്യില്ല ഭാവി അത് പൊട്ടിട്ടാകുമ്പോൾ പിന്നെ ഇത് മറ്റേ വെള്ളം പായസായി വെച്ചതാ. നാളെ ഇക്കാക്കാന്ന് ഈ വലിയ ഗ്ലാസ് പായസം. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വരാം ഇൻഷാ അള്ളാ. രാത്രിയിൽ അശു എനിക്ക് മൈലാഞ്ചി എല്ലാം വെക്കാൻ തുടങ്ങിയതിന് മുമ്പ് അന്നുവാണ് മൈലാഞ്ചി വെക്കൽ. ഇപ്പം അശുവും കുറച്ച് പ്രാക്ടീസ് ആക്കുന്നതെല്ലാം എൻ്റെ കയ്യിലാണ്. മൈലാഞ്ചി വെച്ച് പഠിക്കൽ എൻ്റെ കയ്യിലാണ്. ഇൻഷാ അള്ളാ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ്